السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, നിനക്ക് ഒരു ഉയർത്തിയെഴുന്നേൽപ്പും നൽകാത്ത ഒരാളോടുകൂടെ നീ സഹവസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം അള്ളാഹുവിനെ കുറിച്ച് ഒരു അറിയിപ്പും നിനക്ക് തരൂല എങ്കിൽ ആ വ്യക്തിയോടുകൂടെ സഹവസിച്ചിട്ട് കാര്യമല്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ 44-ാമത്തെ ഹിക്മത്തായിട്ട് പറയുന്നു, റുബ്ബമാ കുന്ത മുസീഅൻ ഫഅറാകൽ ഇഹ്സാന മിൻക സുഹ്ബതുക ഇലാ മൻ ഹുവ അസ്വഉ ഹാലം മിൻക. ഈ പറഞ്ഞതിൻ്റെ ആകത്തുക, നമ്മൾ തന്നെ മോശമാണ്, നമ്മൾ തന്നെ ദോഷിയാണ്. നമ്മൾ തന്നെ ദോഷിയായിരിക്കെ നമ്മളെക്കാൾ മോശപ്പെട്ടവനോടുകൂടെ അല്ലെങ്കിൽ നമ്മളെക്കാളും ദോഷിയായ ഒരാളോടുകൂടെ ഒരിക്കലും നീ എന്ത് ചെയ്യാൻ പാടില്ല? സഹവസിക്കാൻ പാടില്ല. അങ്ങനെ സഹവസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം, നമ്മളെക്കാളും മോശമാണല്ലോ മറ്റേയാള്, നമ്മളെ കൂട്ടുകാരൻ നമ്മളെക്കാളും മോശമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കാളും മെച്ചമാണ് നമ്മൾ. അതുകൊണ്ട് മൂപ്പര് വലിയ തമ്മാടിത്തരങ്ങളും ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തിന്മയെ നമുക്ക് കുറച്ചായി തോന്നും. മാത്രല്ല നമ്മുടെ നന്മ വലുതായി തോന്നുകയും ചെയ്യും. ഞാൻ മൂപ്പരേക്കാൾ ഉഷാറാണല്ലോ, മൂപ്പരേക്കാളും നന്മയുള്ളവനാണല്ലോ ഞാൻ എന്ന ചിന്തയാണ് നമുക്ക് വരിക. അപ്പൊ നമ്മുടെ പല മോശപ്പെട്ട കാര്യങ്ങളും മൂടി വെക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ട് നമ്മളെക്കാൾ മോശപ്പെട്ട ആളോട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തുടരാൻ പാടില്ല, പിൻപറ്റാൻ പാടില്ല. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. റുബ്ബമാ കുന്ത മുസീഅൻ, നീ ദോഷിയായിരിക്കുമ്പോൾ ഫഅറാക, നിനക്ക് കാണിച്ചു തരും, സുഹ്ബതുക, നിന്റെ സഹവാസം, അൽ ഇഹ്സാന മിൻക, നിന്നിൽ നിന്നുള്ളതായ നന്മയെ അത് കാണിച്ചു തരും. ആരോടുകൂടെയുള്ള സഹവാസം? ഇലാ മൻ ഹുവ അസ്വഉ ഹാലം മിൻക, നിന്നേക്കാൾ ആത്മീയമായ അവസ്ഥയിൽ മോശമായ ഒരാളോട് നീ സഹവസിക്കുമ്പോൾ നിനക്ക് നിന്റെ നന്മയെ എന്ത് ചെയ്യും? വലുതായിട്ട് തോന്നും. അതുകൊണ്ട് ഒരിക്കലും അവസ്ഥയിൽ മോശമായ ഒരാളോട് നീ സഹവസിക്കാൻ പാടില്ല. അത് നിനക്ക് വലിയ അപകടം ചെയ്യും. ബഹുമാനപ്പെട്ട ഇതിന്റെ ഷറഹിൽ കാണാം, അങ്ങനെ നീ നിന്നേക്കാൾ മോശമായ ആളോടുകൂടെ നീ തുടർന്നു കഴിഞ്ഞാൽ അത് സബബുൽ ലിതഗ്തിയതി ഉയൂബി നഫ്സിക, നിന്റെ നഫ്സിന്റെ പോരായ്മകൾ അത് മൂടി വെക്കാനുള്ള ഒരു കാരണമാണത്. നിന്റെ ദോഷമൊന്നും അവന്റെ ദോഷത്തിന്റെ മുമ്പിൽ ഒന്നും ആവൂല. അപ്പൊ നിനക്ക് തോന്നും, ഞാൻ അത്യാവശ്യം തരക്കെടില്ല, ഞാൻ മൂപ്പരേക്കാളും ഉഷാറാണ്. എന്നാൽ നമ്മൾ തന്നെ പാപിയാണ്. അതുകൊണ്ട് നമ്മളെക്കാൾ പാപികളായ ആളുകളോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്തുടരാൻ പാടില്ല. അത് ഉജ്ബ്, ഉൾനാട്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവര് അങ്ങനത്തെ ആൾക്കാരോടുകൂടെ എന്ത് ചെയ്യാൻ പാടില്ല? തുടരാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ആരോടുകൂടെയാണ് നമ്മൾ തുടരേണ്ടത്? സുഹ്ബത്ത് എന്ന് പറയുന്നത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് സുഹ്ബത്തുൽ ഇറാദ, രണ്ട് സുഹ്ബത്തു തബറുക്ക്. സുഹ്ബത്തുൽ ഇറാദ എന്ന് പറഞ്ഞാൽ അത് ശിഷ്യത്വത്തിന്റെ സുഹ്ബത്താണ്. ഒരു മുറബ്ബിയായ കാമിലായ ഒരു ഷെയ്ഖിനെ തൻ്റെ ആഖിറം നന്നാകാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ മഅരിഫത്ത് ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിനോടുള്ള ഹുബ്ബിന് വേണ്ടി ഒരാൾ ഒരു മുറബ്ബിയായ ഷെയ്ഖുമായി ബന്ധപ്പെടുക. ആ സുഹ്ബത്തിനേക്കാണ് സുഹ്ബത്തുൽ ഇറാദ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ സുഹ്ബത്ത് സുഹ്ബത്തു തബറുക്കാണ്.
അദ്ദേഹം ഇബാദത്തിൽ ഉയർന്ന ആളാണ്, ആത്മീയമായി ഉയർന്ന ആളാണ്. എന്നാൽ മുറബ്ബിയുടെ തലത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹം ഒരു ബറക്കത്താക്കപ്പെട്ട ആളാണ്, ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനാണ്. അദ്ദേഹവുമായുള്ള സഹവാസം, അദ്ദേഹവുമായുള്ള ദ്വയർപ്പിക്കൽ, അതൊരു ബറക്കത്തിന്റെ സുഹബത്താണ്. രണ്ട് നിലക്കാണ് സുഹബത്ത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സുഹബത്തുൽ ഇറാദ, അതിന് പറ്റിയ ആള് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. എങ്കിൽ അവരുമായിട്ടാണ് നമ്മളെ ബന്ധം വേണ്ടത്. കാരണം അവർക്കേ നമ്മളെ ഹൃദയത്തിന്റെ രോഗം കണ്ടെത്താൻ കഴിയുള്ളൂ. നമ്മളെ ന്യൂനതകളും പോരായ്മകളും അവർക്ക് മനസ്സിലാവും. അവരുടെ ജീവിത രീതികളും സ്വഭാവങ്ങളിലേക്കും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളെ ഏറ്റവും മോശക്കാരായി തോന്നും. അവരെ ഇബാദത്തുകൾ കാണുമ്പോൾ, അവരുടെ ഇർഫാനിൽ നിന്നും വരുന്ന നൂറാനിയത്തിന്റെ പ്രകടനം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതും, റബ്ബേ ഞാൻ എത്ര ചെറിയ ആളാണ്, എൻ്റെ അടുത്ത് എന്ത് മുതലാണുള്ളത്, ഇത്ര കാലം എനിക്ക് അള്ളാഹ് ആയുസ് നിന്നിട്ട് ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു, അതൊക്കെ മറ്റുള്ളവർ കാണാനും കേൾക്കാനും അവര് നമ്മളെ സ്തുതി പാടാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെലവഴിച്ചത് എന്ന ചിന്ത നമ്മിലേക്ക് വരും. അപ്പൊ നമുക്ക് നന്നാകാനുള്ള ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടും. അതുകൊണ്ട് സഹവാസം സ്വാലിഹീങ്ങളുമായിട്ട് തന്നെ പറ്റുള്ളൂ. പിന്നെ ഈ കാലത്ത് പ്രകടമായി കാണുന്നൊരു വിഷയം, ആരിഫീങ്ങളാകുന്ന ആളുകളെ വല്ലാതെ കോമാളിയാക്കുന്നൊരു കാലാണ്. വിലായത്ത് എന്ന് പറയുന്നത് നുബുവത്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല നൽകുന്ന ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ് വിലായത്ത്. ആ വിലായത്ത് ലഭിച്ച ആളുകളെ പുച്ഛിക്കുന്നവർ, ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ 386 പേജിൽ കാണാം, അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന ആളുകളെ ഒരാൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഫഹുവ അബ്ദുൻ ജാഹിലുൻ ബിറബ്ബിഹി, അവൻ അവന്റെ റബ്ബിനെ കൊണ്ട് ജാഹിലാണ്, റബ്ബിനെ കുറിച്ച് വിവരമില്ലാത്ത ആളാണ്. എത്രത്തോളം ഹത്താ വഇൻ ഖുത്തിഅ ഇറബൻ ഫി ഇബാദതിഹി വംതിസാലി അവാമിരിഹി വജിത്തിനാബി നവാഹിയോ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന വ്യക്തിയാണ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന വ്യക്തിയാണ്. പക്ഷെ സ്വാലിഹീങ്ങളുമായുള്ള ബന്ധമില്ല, അവരെ തെറി പറയുന്നവനാണ്, അവരെ അംഗീകരിക്കാത്ത ആളാണ്. എങ്കിലും അവൻ ആരെന്നെയാണ്, ഫഹുവ അബ്ദുൻ മഹ്ജൂബുൻ ബിത്വഅതി, ഓൻ ഇബാദത്ത് കൊണ്ട് മഹ്ജൂബായ അടിമയാണ്. അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ആ ഒരു മറ എന്ന് പറയുന്നത് ആരിഫീങ്ങളുമായുള്ള സഹവാസമില്ലായ്മയാണ്, ആരിഫീങ്ങളോടുള്ള എതിർപ്പാണ്. ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഇബാദത്ത് തന്നെ ഒരു മറയാണ്. ആ ഇബാദത്ത് തന്നെ ഫഹുവ അബ്ദുൻ മഹ്ജൂബുൻ ബിത്വഅതി. എന്നാൽ ദോഷിയായ ആളോ അന്നൽ മുദ്നിബ മഹ്ജൂബുൻ ബിദ്ദുനൂബ്, ദോഷിയായ ആളുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറ അത് പാപങ്ങളാണ്. അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയുടെ മുമ്പിലും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറ എന്താ? ഓന്റെ ഇബാദത്താണ്. ആ ഇബാദത്ത് കൊണ്ട് ഓനക്ക് ആരിഫീങ്ങളുമായുള്ള സഹവാസത്തിലേക്ക് ഓന്റെ മെന്റാലിറ്റി എത്തുന്നില്ല. വൽ കാഫിറ, കാഫിറായ മനുഷ്യൻ മഹ്ജൂബുൻ ബിൽ കുഫർ, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറ കുഫറാണ്. വൽ മുശ്രിക മഹ്ജൂബുൻ ബിശ്ശിർക്ക്, ഒരു മുശ്രിക്കിന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറ ഷിർക്കാണ്. വൽ മുനാഫിഖു മഹ്ജൂബുൻ ബിൻ നിഫാഖ്, ഒരു മുനാഫിഖിന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറ നിഫാഖാണ്. ഈ മറ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയാത്തത്, ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ലാസ്റ്റ് പറയുന്നു, ഫലാ യർതഫിഉൽ ഹിജാബു, മറ ഒരിക്കലും ഉയരൂല. നമ്മളെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ളതായ ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടൻ ഉയരൂല. വലാ യുഫ്തഹുൽ ബാബ്, അള്ളാഹുവിലേക്കുള്ള കവാടം അത് തുറക്കപ്പെടുകയുമില്ല. ഇല്ലാ ബിസുഹ്ബത്തിൽ അഹ്ബാബ്, സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം കൊണ്ടല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് തുറക്കപ്പെടൂല. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഒമൻ ആദാ വലിയൻ, ഒരാൾ ഒരു വലിയനെ ബുദ്ധിമുട്ടിക്കാൻ,
അത് വലൗ ബി സൂഇൽ തന്നെ, അത് ഒരു സൂഉൻ തന്നെയാണ്, ഒരു മോശമായ ധാരണയാണ്. അദ്ദേഹം ഒരു ശരിയല്ലാത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഒന്നും കണ്ടാൽ തന്നെ അറിയില്ലേ, ഒരു വലിയനുണ്ട കണ്ടാ തിരിയണ്, കുത്തുബിനെ അടക്കം കണ്ടാ തിരിയില്ല. പിന്നെ സാധാരണ ഒരു വലിയനെ ശരിക്ക് നോക്കിയാൽ മനസ്സിലാവും. ബഹുമാനപ്പെട്ട ദുന്നൂലുൽ മിസ്രി തങ്ങളുടെ കോലം തീർന്നു, ജട പിടിച്ച മുടികളായിരുന്നു, ആര് കണ്ടാലും ആട്ടി ഓടിക്കുന്ന വേഷമായിരുന്നു. പക്ഷേ ഒരൊറ്റ സമയം റാബിഅത്തുൽ അദവിയ്യ എന്ന് പറയുന്ന മഹദി ദുന്നൂനുൽ മിസ്രി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫായ വലിയുമായി ബന്ധപ്പെട്ടപ്പോ വലിയ ഉന്നതമായ മഖാമിലേക്ക് റാബിഅത്തുൽ അദവിയ്യ എന്ന് പറയുന്ന മഹദി എത്തി. ഞാൻ ആ മഹദിയുടെ മസാറ്, അവിടുത്തെ മക്ബറ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഷഅബാനത്തുൽ മിസ്രി എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും ദുഷിച്ച പെണ്ണ് സ്വാലിഹുൽ മുദ്ദി എന്ന് പറയുന്ന മഹാനുഭാവന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു ക്ലാസ് കേട്ടതാ. സ്വാലിഹീങ്ങൾക്ക് അത്ര മതി, ചിലപ്പോ ഒരു നോട്ടം കൊണ്ട് ഒരു മനുഷ്യന്റെ കൽബിനെ ഇങ്ങോട്ട് മാറ്റും. ഒരൊറ്റ നോട്ടം മതി കൽബിനെ ഇങ്ങോട്ട് മാറ്റാന്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റുള്ള സംസാരം മതി ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ മാറ്റാണ്. ആരിഫീങ്ങളാകുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ആൾക്കാരുണ്ട്, ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഒരൊറ്റ നോക്ക് കണ്ടപ്പോ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി ആരിഫീങ്ങളെ അടുത്തിരുന്ന എത്രയോ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് ഓല ഹൃദയത്തിൽ അള്ളാഹുവിന്റെ തജല്ലിയാത്തുണ്ട്. അള്ളാഹുവിന്റെ ദാത്തിന്റെയും അതുപോലെ തന്നെ സിഫാത്തുകളുടെയും അസ്മാവുകളുടെയും തജല്ലിയാത്തുകൾ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഹൃദയമാണ്. അവരുമായുള്ള ഒരു കൂടിക്കാഴ്ച മതി, അവരുമായുള്ള ഒരു സംഭാഷണം മതി, അവരെ ദൂരെ നിന്നൊന്ന് കണ്ടാ മതി, എന്നാൽ തന്നെ ഒരു മനുഷ്യന്റെ കൽബ് മാറും. അപ്പോ ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ പറയാണ്, മൻ ആദാ വലിയൻ, ഒരാളൊരു വലിയനെ ബുദ്ധിമുട്ടിച്ചു, അത് വലൗ ബി സൂഇൽ ദന്നി, അത് മോശമായ ധാരണ വെച്ച് പുലർത്തിയിട്ടാണെങ്കിലും ശരി, ഫഖദ് ആദനഹുല്ലാഹു ബിൽ ഹർബ്, അവനോട് അല്ലാഹു തആല യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വേറൊരു ബുഖാരിയിലെ ഹദീസ് ഉണ്ടല്ലോ, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അല്ലെ? ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ ഓനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, യുദ്ധം കൊണ്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം നടക്കുമ്പോ ഏത് ഭാഗത്തേക്കാ വെട്ട് കിട്ടുക എന്ന് പറയാൻ പറ്റൂല. എവിടേക്കാണ് കിട്ടുക? ചിലപ്പോ തലക്കാണ് കിട്ടുക, ചിലപ്പോ കയ്യിനായിരിക്കും, ചിലപ്പോ കാലിനായിരിക്കും. യുദ്ധം കഴിഞ്ഞ് മൊത്തം നോക്കുമ്പോ 10-100 വെട്ടുകൾ ഏറ്റിട്ടുണ്ടാവും. അതാണ് യുദ്ധം എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു തആല ഹർബ്, ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടേക്കാ കൊള്ളുമെന്ന് പറയാൻ പറ്റൂല, എന്താ ദുനിയാവെന്ന് പോകുക എന്ന് പറയാൻ പറ്റൂല. എല്ലാതും നഷ്ടപ്പെടുത്തും. മക്കളെ നഷ്ടപ്പെടുത്തി പരീക്ഷിക്ക, ഭാര്യ നഷ്ടപ്പെടുത്തി പരീക്ഷിക്ക, കുടുംബത്തിനെ താറുമാറാക്ക, അതല്ല അവനെ തന്നെ പല നിലക്കും അല്ലാഹു തആല പരീക്ഷിക്കും. അതാണ് ഈ ഹർബ്, യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യുദ്ധത്തിൽ നിന്ന് എങ്ങനെയാണോ ഒരു വെട്ടേൽക്കുക, ഏത് ഭാഗത്താന്ന് പറയാൻ പറ്റൂല, എങ്ങനെയാകാം. അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ അദാബ് അവനക്ക് ഉണ്ടാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ സഹവാസം സ്വാലിഹീങ്ങളോടുകൂടെയാണ് വേണ്ടത്. അല്ലാതെ ദുഷിച്ച ആളുകളോടുകൂടെ നമ്മൾ സഹവസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിന് അത് കോട്ടം വരുത്തും, നമ്മുടെ ഈമാനിനെ അത് ഇല്ലാതെയാക്കും. ഖൈറിന്റെ ബാബുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കും അത് കാരണമായിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ ഹൃദയം ശുദ്ധിയാകണമെങ്കിൽ അല്ലാഹു തആല ആദ്യം തന്നെ ഫിറ്റ് ചെയ്ത ചില രോഗങ്ങളുണ്ട് നമ്മളിൽ. അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത് പോലത്തെ രോഗങ്ങൾ. അതൊന്നും നിസ്കാരം കൊണ്ട് ശിഫയാകുന്ന രോഗമല്ല, അതൊന്നും നോമ്പ് കൊണ്ട് ശുദ്ധിയാകുന്ന രോഗങ്ങളല്ല, കേവലം മുത്തലക്കം നിലക്ക് നമുക്ക് ലഭിക്കുന്ന അദ്കാറുകൾ കൊണ്ട് ശുദ്ധിയാകുന്ന രോഗങ്ങളല്ല അത്. അതൊക്കെ ആരിഫീങ്ങളാകുന്ന ആൾക്കാരെ കയ്യിലാണ് അതിന്റെ മരുന്നുള്ളത്. ആ മരുന്ന് സേവിച്ചാൽ മാത്രമേ അമ്മാറത്തും ലവ്വാമത്തും മുൽഹിമത്തും ഒക്കെ നീങ്ങുള്ളൂ.
ലൈലുന്നഹാറങ്ങൾ അമ്മാറത്താണ്, ലവ്വാമത്താലും വലഞ്ഞല്ലോ അല്ലാ, മുൽഹിമത്തൊന്നൊരു മൂന്നാം കള്ളത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്ന അല്ലാ എന്ന് പറഞ്ഞതുപോലെ ഈ വക മാരകമായ അണുബാധ നമ്മുടെ കൽബിനേറ്റിട്ടുണ്ട്. അത് ശുദ്ധിയാക്കാന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 80 വയസ്സുള്ള ആള് എത്ര കാലമായി നിസ്കാരം തുടങ്ങിയിട്ട്? ഇപ്പോഴും കുഞ്ചും പോരും കുന്നായ്മയുമായി നടക്കണം. എന്താണ്? നിസ്കാരം കൊണ്ട് പോകൂല, നോമ്പ് കൊണ്ട് പോകൂല, സാധാ മുത്തടക്കം ദിക്റ് കൊണ്ടത് പോകൂല. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് അത് കൊടുത്തിട്ടുണ്ട്, അലിയാർ തങ്ങൾക്ക് അത് കൊടുത്തിട്ടുണ്ട്, അബൂ ഹുറൈറ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പല സ്വഹാബികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രോഗാണുവിനെ നിർവീര്യമാക്കാൻ പറ്റുന്ന മരുന്നുകൾ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നൽകി വന്ന അവരുടെ പാരമ്പര്യത്തിൽ വരുന്ന ആൾക്കാരാണ് മുറബിയാക്കൾ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. യഥാർത്ഥ ഉലമാക്കൾ അംബിയാക്കൾ അനന്തരക്കാരെന്ന് പറഞ്ഞാൽ ആ അനന്തരക്കാര ആരാണ്? അത് ആരിഫീങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅ സ്വാദിഖീൻ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. ആ സ്വാദിഖീങ്ങളോട് കൂടെ നിങ്ങൾ ആവണം എന്ന് പറഞ്ഞാൽ ആ സ്വാദിഖീങ്ങൾ ആരാണ്? ആരിഫീങ്ങളാണ്. അവരോടുകൂടെ ആകണം. എന്നാലേ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുള്ളൂ, അള്ളാഹ് ആരാന്ന് മനസ്സിലാകുള്ളൂ. ഈ ലോകത്തിന്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളിൽ അള്ളാഹു താല രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങൾ മുഴുവൻ അറിയണമെങ്കിൽ അതിന്റെ അക്ഷയഖനികളാകുന്ന ആരിഫീങ്ങളുമായി ബന്ധപ്പെടാതെ ഒരിക്കലും അതിന് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരിഫീങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.